2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ച കേരള കോൺഗ്രസ് ചീഫ് വിപ്പ് പദവി നൽകാമെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. എന്നാൽ 2 മന്ത്രി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. പാർട്ടിയുടേത് ന്യായമായ ആവശ്യമാണ് എന്ന് മോൻസ് ജോസഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങളുടെ തികച്ചും ന്യായമായ ആവശ്യമാണ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനോട് ഇപ്പോൾ താല്പര്യമില്ല. 2 മന്ത്രിസ്ഥാനം തന്നെ പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ്. ആ 2 മന്ത്രിസ്ഥാനം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്ന വിധത്തിൽ ആവശ്യമായ ഒരു തീരുമാനം എടുത്തു തരണം എന്നുള്ളതാണ് ഞങ്ങൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ കോൺഗ്രസ് ലീഡർഷിപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഉഭയകക്ഷി ചർച്ച കൂടി നടക്കും. ആ ചർച്ചയിൽ വെച്ച് വകുപ്പുകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസിൽ മന്ത്രി പദവിയെ ചൊല്ലിയും തർക്കമുണ്ട്. പാർട്ടിയിലെ സീനിയറായി തന്നെ പരിഗണിക്കണമെന്ന് തോമസ് ഉണ്ണിയാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പിന്നെ ഒരു സീനിയർ ആണെന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്തായാലും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും കൊടുക്കണോ കൊടുക്കാതിരിക്കണോ എന്നുള്ളതൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും, ജെന്യൂനായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും എന്നുള്ളതാണ് എനിക്ക് ബോധ്യമുണ്ട്. ചീഫ് വിപ്പ് സ്ഥാനം കിട്ടിയാലും തൃപ്തനാകും, അങ്ങനെയാണോ തീരുമാനിക്കേണ്ടത്? എന്തായാലും ആ കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുക്കട്ടെ. ഞങ്ങളിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ MLA ഹോസ്റ്റലിൽ യോഗം ചേരുകയാണ്. PJ ജോസഫ്, മോൻസ് ജോസഫ്, അപ്പു ജോൺ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവർ ചർച്ചയിൽ. ഒരു മന്ത്രിസ്ഥാനം മാത്രമെങ്കിൽ എന്തു തീരുമാനം എന്നതിൽ ചർച്ച. 2ാം പദവി ആർക്ക് എന്നതിലും തീരുമാനമെടുക്കും. സജോ ദേവസ്യം, ലേബി സജീന്ദ്രനും ചേരുകയാണ്. ആദ്യം സജോയിലേക്കാണ് പോകുന്നത്. സജോ, ഒരു യോഗം ചേരുകയാണ്. 2 മന്ത്രിസ്ഥാനം എന്നതാണ് ആവശ്യം. ചീഫ് വിപ്പ് പദവിയും മന്ത്രിസ്ഥാനവും കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇന്നു രാവിലെയും മോൻസ് ജോസഫ് മാധ്യമങ്ങളെ കണ്ട് വിട്ടുവീഴ്ചയില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ 2 മന്ത്രിസ്ഥാനത്തിൽ തന്നെ തർക്കവുമുണ്ട് ആർക്ക് നൽകുമെന്നുള്ളത്. അപ്പുവിന് നൽകേണ്ടതുണ്ടോ, സീനിയർ നേതാക്കൾക്ക് നൽകേണ്ടതുണ്ടോ, ചീഫ് വിപ്പ് പദവി കിട്ടുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനം വേണം. മാധു, 2 കാര്യങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുന്നത്. ഒന്ന്, 2 മന്ത്രി പദവി എന്ന ആവശ്യത്തിന്മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നു. മറ്റൊന്ന് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. മോൻസ് മന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി നേതാവാണ് അദ്ദേഹം. അതേസമയം 2ാം പദവി, അത് മന്ത്രി പദവിയെങ്കിൽ അങ്ങനെ, അതല്ല ചീഫ് വിപ്പ് പദവിയാണെങ്കിൽ അങ്ങനെ, അത് ആർക്ക് നൽകണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ആ പാർട്ടി പോകേണ്ടതുണ്ട്. 2 മന്ത്രിസ്ഥാനം എന്നതിന് അവർ പറയുന്നത് 8ൽ 7ഉം ജയിച്ച പാർട്ടിയാണ്, അത്ര മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. സ്വാഭാവികമായും ഒരംഗങ്ങൾ ഉള്ളവർക്ക് പോലും മന്ത്രിസ്ഥാനം ലഭ്യമാകുന്നു. ആ ഘട്ടത്തിൽ 2 എന്നതൊരു സ്വാഭാവിക നീതിയാണെന്ന് സമ്മർദ്ദം ശക്തമാക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിലൊരു ധാരണ ഏറെക്കുറെ ആയി കഴിഞ്ഞു എന്നത് കൃത്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ സമ്മർദ്ദം ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. 7 MLA മാരുണ്ട്. ഒറ്റ MLA ഉള്ളവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. 7 MLA മാരുള്ള ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം മാത്രം എന്നത് നീതി നിഷേധമാണ് എന്നാണ് അവർ പറയുന്നത്. അതിൽ സ്വാഭാവികമായി നോക്കുകയാണെങ്കിൽ, സാമാന്യം നോക്കുകയാണെങ്കിൽ ഒരു ന്യായവുമുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. മധു, അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമായിരിക്കും കേരള കോൺഗ്രസിന് നൽകുക. അതേ സാധിക്കൂ ഈ സാഹചര്യത്തിൽ. എങ്കിലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലപാട് കടുപ്പിച്ചിരിക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ 2 വട്ടം ചർച്ച നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് 1 വട്ട ചർച്ച കൂടിയുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചയിലൊന്നും ഒരു തീരുമാനമാകാത്തതും അതല്ലെങ്കിൽ നിലപാട് കടുപ്പിച്ചതും അവർക്ക് സ്വാഭാവിക നീതി അർഹതപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല മധു, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്ന് കേരള കോൺഗ്രസ് പിളർപ്പിന് മുന്നിലുള്ള അന്നത്തെ സമയത്ത് 8 MLA മാരാണ് അന്ന് കേരള കോൺഗ്രസിൽ നിന്ന് ജയിച്ചു കയറിയത്. അന്ന് 2 മന്ത്രിസ്ഥാനം, അന്ന് ഒരു മന്ത്രിസ്ഥാനം KM മാണിയും, 1 PJ ജോസഫും, ഒരു ചീഫ് വിപ്പ് PC ജോർജ്, അങ്ങനെ 3 സ്ഥാനം അന്ന് കൊടുത്തതാണ്. ഇപ്പോൾ മത്സരിച്ച 8 സീറ്റിൽ 7ഇടത്തും വിജയിച്ച സ്ഥിതിക്ക് സ്വാഭാവിക നീതി എന്ന നിലയ്ക്ക് തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം അവകാശപ്പെടുന്നു എന്ന് പറയുന്നു. എന്നാൽ അത് കോൺഗ്രസ് നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ചീഫ് വിപ്പിലേക്ക് അത് ഒതുങ്ങുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും മോൻസ് ജോസഫ് തന്നെയായിരിക്കും മന്ത്രി. 2ാമത്തെ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ 2ാമത് കിട്ടുന്ന ചീഫ് വിപ്പ് സ്ഥാനമോ അപ്പു ജോൺ ജോസഫിലേക്ക് പോകും എന്നാണ് ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. സ്വാഭാവികമായും ഇരിങ്ങാലക്കുട MLA ആയ തോമസ് ഉണ്ണിയാടൻ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. ദീർഘകാലം MLA ആയിരുന്ന ആളാണ്.
അതുമാത്രമല്ല സംഘടനാ തലത്തിലും അതുപോലെ നിയമസഭാ രംഗത്തും ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. നേരത്തെ ചീഫ് വിപ്പുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുള്ളത്. അതേസമയം ഈ ഒരു നിലയ്ക്ക് മോൻസ് ജോസഫ് മന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ചെയർമാൻ മത്സരിക്കാതെ മാറി നിന്നിട്ടാണ് മകൻ കൂടിയായ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ മത്സരിക്കാനെത്തിയത്. അബു ജോൺ ജോസഫിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് PJ ജോസഫിന്റെ പാർട്ടി ചെയർമാന്റെ താല്പര്യവും പ്രത്യേകിച്ച് മന്ത്രിയാകുന്ന മുതിർന്ന നേതാക്കളുടെ മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കളുടെ തീരുമാനവും ഈ ഘട്ടത്തിൽ നിർണായകമാകും. ഈ സമയത്ത് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അബു ജോണിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ തോമസ് ഉണ്ണിയാടൻ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുമുണ്ട്. സജോ ദേവസ്യയും ഒപ്പം ലേബി സജീതനുമാണ് വിവരങ്ങൾ നൽകിയത്. തോമസ് ഉണ്ണിയാടന്റെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനമെടുക്കാനുള്ളത്. അബു ജോൺ ജോസഫിന് ചീഫ് വിപ്പ് സ്ഥാനം നൽകുകയാണ് എങ്കിൽ സ്വാഭാവികമായും മറ്റൊരു സ്ഥാനം തോമസ് ഉണ്ണിയാടന് നൽകാനില്ല. അദ്ദേഹമാണെങ്കിൽ താൻ അർഹതപ്പെട്ടയാളാണ് എന്നത് സംബന്ധിച്ച് ഉള്ള ഒരു ക്ലെയിം